നല്ല ഹൈറ്റിലാണ് പോണേ. തൂഫാനാവുന്നുണ്ട് ഇങ്ങനെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 3 ഞങ്ങളിന്ന് കുറച്ച് അധികം ദൂരമുള്ള സ്ഥലത്തേക്ക് പോവാണ്. 140 കിലോമീറ്ററോളം ഉണ്ട്. ഗബാല എന്നാണ് പേര്, ഗബാല. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഞങ്ങളൊരു ഇവിടുത്തെ ഒരു 8:30-ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടാണ് പോണത്. ഗബാലയ്ക്ക് 5 മണിക്കൂറോളം റണ്ണിങ് ഉണ്ടാവും. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിലും കൂടുതലുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം പോലും കഴിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. ബസ് പോയി ഉറങ്ങാൻ പോയിട്ട് 5 മണിക്കൂറാണ്. അപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ട് ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഇതാണ് ഗബാല കേബിൾ കാർ. നല്ല ഹൈറ്റിലാണ് പോണേ. ഇത് ഈ റിസോർട്ടിലുള്ള ഗസ്റ്റുകൾക്ക് കേബിൾ കാർ ഫ്രീ ആണ്. അല്ലാത്തവർക്ക് തൂഫാനാവുന്നുണ്ട് ഇങ്ങനെ. തൂഫാൻ ഡാഗ്. ഈ ഹോട്ടലിൽ വന്ന തിരിച്ചു മുതൽ തൂഫാനായി വെട്ടി മടക്കി. സംഭവം ദൂരത്തുനിന്ന് കാണണമല്ലോ, അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല വലിപ്പണ്ടില് 8 ആൾക്കാർ ഒരു കേബിൾ കാറിൽ ചുരുങ്ങിയത് കയറണം. സങ്കടന് 2 ആൾ മതി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അങ്ങനെ തള്ളിടാനാ. യെസ്, ഇന്നത്തോടുകൂടി കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കിയിട്ട് വന്നത്. സ്റ്റോപ്പില്ല. ഇത് AD 69 ബ്രിട്ടീഷ് സായിപ്പായ മൗണ്ട് ബാറ്റൺ പബാണിത് ആദ്യമായിട്ട് ഇതിന് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. ഇത് തുടങ്ങിയതിനു ശേഷമാണ് അസർബൈജാന്റെ സാമ്പത്തികമായ അനിവാര്യ പങ്ക് വഹിച്ച ഒരു സംഗതിയാണ് ഈ കേബിൾ കാർ എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വേറൊരു കാര്യം കേൾക്കുന്നുണ്ടല്ലോ. പറയൂ. നമുക്ക് റബ്ബറിന് ക്ഷാമം വന്നപ്പോഴേ ടയർ കിട്ടാണ്ടായി. അപ്പോൾ ആ സമയത്ത് കേബിൾ വെച്ച് നമുക്ക് കാർ ഓടിക്കാം. അതെ അതെ, അങ്ങനെ ഒരു ചിന്തയിലാണ് എക്സാക്ട്ലി പോൾസാർ പറഞ്ഞത്. വളരെ ഒരു കാര്യമാണ്. ഇതിനെ പറ്റി ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? PhD എടുത്തത് കേബിൾ കാറിനെ പറ്റിയിട്ടാണ്. അത്ര അറിവ്. ഞാൻ PhD ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. ചെയ്യാൻ പറ്റും, തീർച്ചയായും ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കരം തന്നെ. പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 1660 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നമ്മളുള്ളത് കേബിൾ കാറിന്ന് ഇറങ്ങി. ഗബാല കേബിൾ കാർ അവിടെ നിന്ന് ഇറങ്ങി. കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് ഇറങ്ങി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കേബിൾ കാർ കയറുന്നത്. അതും ഞാൻ മുഖേന. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വീഡിയോയിൽ കണ്ട കേബിൾ കാറൊക്കെ ഫുൾ ഗ്ലാസ് ആയിരുന്നു, പക്ഷെ ഇത് ചെറിയൊരു കൂളിംഗ് ഇല്ല മാതിരി ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു എന്നാലും കാഴ്ചകളൊക്കെ അടിപൊളി. നല്ല കുറെ ഹൈറ്റിൽ നല്ല ഇവിടെയുള്ള മാക്സിമം ഹൈറ്റിൽ കയറി അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇവിടെ അത്യാവശ്യത്തിന് തണുപ്പുണ്ട്. ചെറിയൊരു സ്നോ അല്ല, കോട കഷ്ടപ്പെട്ട് അതിരാവിലെ എണീറ്റ് 5 മണിക്കൂർ പാക്ക് ചെയ്ത് 5.5 മണിക്കൂർ ഒരു ഇതുമില്ലാതെ വണ്ടിയിലിരുന്ന് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നതാ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മളെ ഊട്ടി വരയ്ക്കേ തോന്നണുള്ളൂ. ഒരു കൊടൈക്കനാലൊക്കെ ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ട് അല്ലേ. പക്ഷേ മലമ്പുഴ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ കേബിൾ കാർ അടിപൊളിയായിരുന്നു, രസമുണ്ട്. പക്ഷെ ഇത് അതിന് മാത്രം ഇവർ പറഞ്ഞത് ഇവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് പറയുന്ന പ്ലേസ് ഇതാണ് ഗബാല. പക്ഷെ അത്ര തോന്നിയില്ല. അതിലും നല്ലത് മറ്റേതിൻ്റെ ബക്കു അങ്ങനെ സെൻട്രൽ സിറ്റി ഒക്കെ ആയിരുന്നു അടിപൊളി ഉണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ വിൻറ്റേജ് കാറുകൾ നല്ല രസമല്ല. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ല രസ കാറുകളെ കാണാൻ. ഇപ്പം കണ്ടില്ല അങ്ങോട്ടൊക്കെ വിൻറ്റേജ് കാറിൻ്റെ ശേഖരം. ഒറിജിനൽ തേനീച്ചയാണ്, തേനുകൊണ്ടുള്ളതാണ്. നോക്കാം എത്താൻ കാണിച്ച ഷുഗർ അല്ല, ഇത് തേനാണ്. What's the name? കബാല ഹൽവ. ഇവിടെ ഗബാലയിലുള്ള 5 സ്റ്റാർ ആണ്. ഗബാല ഗാർഡൻ 5 സ്റ്റാർ ആണ്. ഗബാല സത്യം പറയാലോ നമുക്ക് അല്ലേ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹോട്ടൽ വലിയ കുഴപ്പമില്ല, നല്ല വ്യൂ ആണ്. ഫുഡ് അടിച്ച് മിന്നാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ തന്നെ നല്ലതുള്ളൂ. ഗബാല പ്ലേസ് പോരാ. ആ മഞ്ഞൊക്കെ കൂടിയ സമയത്ത് നവംബർ ഡിസംബർ അല്ലാത്ത സമയത്ത് വരുന്ന ആൾക്കാർ ഇതൊരിക്കലും ചൂസ് ചെയ്യരുത്. ഗബാല എക്സ്പെൻസീവ് ആണ്. പിന്നെ അത്രയും പിന്നെ മാക്സിമം ഫ്ലൈറ്റിൽ വരാൻ നോക്കുക. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് ഗബാലയിലൊരു എയർപോർട്ടുണ്ട്, അതിലിറങ്ങാൻ നോക്കുക. നമുക്ക് അത്രയും സമയം ലാഭമാണ്. നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റൊക്കെ വന്ന് കാണാം. കണ്ടറിയണം കോശി. നിനക്കെന്താ സംഭവിക്കുന്നത്? എനിക്ക് വേണ്ട. ഇത് ലോക്കൽ ഫുഡ് ഏതാ? ബ്രിഞ്ചാണ്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി. അതാണോ? മാഡം ഫുഡ് എങ്ങനെയുണ്ട് ഒന്ന് പറയും. എല്ലാരും പണിപാളി ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് വിവേക് ബ്രോ? എങ്ങനെയുണ്ട്?
ആ കണ്ണീര് തുടച്ചിട്ട് പറ. നോട്ട് എക്സ്പ്രഷൻ പറയാ. എങ്ങനെ ഫുഡ് പറയൂ. ഇപ്പം നമ്മൾ ഇവിടെയുള്ള മിനി വെനീസ് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ്. ഇവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണത്. ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ, വീഡിയോസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നല്ല അടിപൊളി. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് ഈ എല്ലാ ബിൽഡിങ്ങിനും ഇത് കാണാം, ബാൽക്കണീസ്. അപ്പോൾ ഇത് നമ്മളെന്താ ബാൽക്കണി എന്താ എല്ലാ ബിൽഡിങ്ങിനും ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇവർ പിന്നെ പണിതപ്പോഴും ഈ ബാൽക്കണീസൊക്കെ അതേപോലെ തന്നെ ഉണ്ട്.